Watch full episodes on Jio Hotstar. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. ഞാനൊന്ന് മുഖം കഴുകിയതാ. നീ വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ മോട്ടു. ചോട്ടു അവനെ തിരിച്ചു കിട്ടുമല്ലോ. നമ്മൾ അവനെ തിരിച്ചു കൊണ്ടുവരും. നിനക്ക് ഓർമ്മയില്ല ചോട്ടു പറയാറുള്ളത്, പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കില്ല എന്നുള്ളത്. നമ്മൾ അവനെ തീർച്ചയായും കൊണ്ടുവരും. നിങ്ങൾ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ പഴം നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. അപ്രത്യക്ഷമാവണമെന്ന് തോന്നുമ്പോ ഇത് കഴിച്ചുകൊള്ളൂ. പക്ഷെ ഒന്നോർക്കണം, ഇതിന്റെ ശക്തി കുറച്ചു നേരത്തേക്കേ ഉണ്ടാവുക. വളരെ നന്ദിയുണ്ട് മൂപ്പ. നേരെ ആ കാണുന്ന വഴിയിലൂടെ പോണം. അതാണ് ഐസോപ്പിയയിലേക്ക് പോകാനുള്ള വഴി. വനദേവതമാർ എന്നും നിങ്ങളുടെ കൂട്ടിനുണ്ടാകും. വഴി വളരെ ദുർഘടം പിടിച്ചതാണ്. ഒന്നുകൂടി ആലോചിച്ച് തീരുമാനിക്കുക. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല എന്നതാണ് എല്ലായ്പ്പോഴും ചോട്ട് പറയാറുള്ളത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കില്ല, അത് എന്ത് തന്നെ സംഭവിച്ചാലും. ഓടിക്കോ. ബത്തലോ, എനിക്ക് ഒറ്റകളുടെ ലഞ്ചും ഡിന്നറും ആവാൻ യാതൊരു താല്പര്യവും ഇല്ല. ഞങ്ങള് ഭൂമിയിലെ രാജാക്കന്മാരാ. ഇതിലും വലിയ അപകടങ്ങളൊക്കെ ഞങ്ങൾ വളരെ നിസ്സാരമായി അതിജീവിച്ചിട്ടുണ്ട്. പിന്നെയാണോ ഈ മുൾച്ചെടികൾ? ബത്തലോ, കാണിച്ചു കൊടുക്കാം നമ്മുടെ ശക്തി എന്താണെന്ന്. അല്ല, ഭൂമിയിലെ രാജാവിത എവിടെ പോയി? ഭൂമിയിൽ തന്നെ കിടപ്പുണ്ട്. എഴുന്നേൽക്ക്. ഇപ്പൊ നമുക്ക് ഭൂമിയിലെ രാജാക്കന്മാരുടെ ഓട്ടത്തിന്റെ വേഗത എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട, ഓടിക്കോ. മോട്ടോ, ഇത് നരഭോജികളായ മുൾച്ചെടികളാണ്. ഓടിക്കോ. ഇവറ്റകളുടെ കയ്യിൽ നിന്ന് നമ്മളെ ഇനി ആരാ രക്ഷിക്കുക? ഇത് നമ്മുടെ മറ്റേ പള്ളിക്കുട്ടനാ. നമ്മളെന്ന് രക്ഷിച്ചില്ലേ? ഇവൻ നമ്മുടെ രക്ഷകനാണ്. വാ പോകാം.
ഓടി ഓടി നിങ്ങൾ എങ്ങോട്ടാടാ പോകുന്നത്? ഞാനുണ്ട്, എല്ലാം കൂടെ ഒന്ന് കൊണ്ടുപോടാ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത. ആരെങ്കിലും ഇതിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ ഡോണാണെന്ന് കുറച്ചും കൂടി മര്യാദയോടെ പെരുമാറാൻ പറയും. എന്താണിത്? മെഷീൻ മുഴുവൻ നശിപ്പിച്ചോ? പൊളിച്ചെടുത്തല്ല. ആ, ആ. എന്റെ അമ്മോ, ഒരുപാട് കൂടുന്നുണ്ട്. ഞാൻ നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, ഭാരതമാതാവാണ് സത്യം. നീ എന്റെ മുമ്പിൽ കീഴടങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്റെ അമ്മോ, എന്റെ ലാത്തി കൊണ്ട് എന്നെ തന്നെ തല്ലാൻ നോക്കുന്നു. എന്റെ അമ്മോ, മമ്മി, ഡാഡി, രക്ഷിക്കണേ. വേണ്ട, എന്റെ അമ്മോ. ഓ റോബോട്ടോസ്, എന്റെ സുഹൃത്ത്, എന്റെ ബ്രോ, ഈ മിഷൻ വീണ്ടും അസംബിൾ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. പിന്നെ ഒരു നിമിഷം കൊണ്ട് ഇത് ഭൂമി മുഴുവനും ഐസാക്കി കളയും. ഓ, ശരിക്കും? I am happy. More than happy. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ then you will be sad. More than sad. ഡോക്ടർ അങ്കിൾ, ഒരു നിമിഷം കൊണ്ട് നമ്മുടെ പ്ലാനറ്റ് ഇല്ലാതാവോ? എന്റെ ചോട്ടുമോനെ, ഞാൻ ഇതൊക്കെ വെറും തമാശക്ക് പറയുന്നതല്ലേ. മോട്ടുവും പത്തിലും ഇവിടെ എത്തുന്നത് വരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നേ മതിയാവൂ. ഡോക്ടർ അങ്കിൾ, എനിക്ക് അറിയാം മോട്ടു മാമ എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തും. പക്ഷെ എപ്പോ? ഇത്രയും നേരമായിട്ടും അവരെ കുറിച്ച് ഒരു വിവരമില്ല. നിനക്ക് അവരെ പറ്റി അറിയാഞ്ഞിട്ടാ മോനെ. എത്രയൊക്കെ താമസിച്ചാലും അവരെന്തായാലും ഇവിടെ എത്തിയിരിക്കും. അവര് ഭയങ്കര ധീരന്മാരാണ്, കൂട്ടുകാരുടെ ചങ്കാണ്. ഏയ്, എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ഇതെന്താ ഇങ്ങനെ ഭരതനാട്യം കളിച്ചോണ്ടിരിക്കുന്നത്? എന്റെ മോട്ടോ തണുപ്പ് സഹിക്കാൻ പറ്റാതെയാണ് അതിന് നിലത്ത് നിൽക്കാൻ പറ്റാത്തത്.
മോട്ടുമാമനും പത്ലുമാമനും വന്നു. എന്റെ മാമന്മാര് എത്തിക്കഴിഞ്ഞു. ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓ, അപ്പോ ഇതാണ് നിന്റെ മോട്ടു മാമനും പത്ലു മാമനും അല്ലേ? ഇവരാണ് നിന്നെ രക്ഷിക്കാൻ വന്നത്. ചിരിക്കണ്ട. എന്റെ മോട്ടുമാമനും പത്ലുമാമനും ധൈര്യശാലികളാ. അവര് വലിയ വലിയ കുറ്റവാളികളെയൊക്കെ ജയിലിൽ അടച്ചിട്ടുണ്ട്. നിന്നെ പിടിച്ച് ജയിലിലിടും, നോക്കിക്കോ. എന്നെക്കാളും ശക്തിശാലിയായ ഈ ലോകത്ത് ആരുമില്ല. എന്നിട്ടാണോ ഇവര് നിന്നെ രക്ഷിക്കാൻ വന്നത്? എന്നാൽ ഈ പാവങ്ങൾക്ക് അറിയില്ല അവരെ ഇനി ആർക്കും രക്ഷിക്കാൻ കഴിയില്ലെന്ന്. ചമൂച്ച, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇവരെ വെച്ച് എനിക്കൊരു ട്രോഫി ഉണ്ടാക്കണം. ഐ എം ഹാപ്പി, മോർ ദാൻ ഹാപ്പി. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ഒന്ന് ആലോചിക്കേ. ഐഡിയ. ലിസ, ഞങ്ങളെ നീ ആ പില്ലറിന് മുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാ പിന്നെ അതിനകത്തേക്ക് വേഗം പോകാം. അതില് നല്ലോണം ആഞ്ഞു വലിക്കടാ. നിധി തേടി പോയതിനുള്ള അത്യാഗ്രഹത്തിന് ഭഗവാൻ നല്ല ശിക്ഷയാ നൽകിയത്. രാജാവായി വാഴേണ്ട ഞാനിപ്പോ പിച്ചക്കാരനെ പോലെ ആയല്ലോ. കൊള്ളാം ബോസ്, കൊള്ളാം. ഓർമ്മയുണ്ടോ, അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞതാ അത്യാഗ്രഹം ആപത്താണെന്ന്. അത് എത്ര ശരിയാ. എന്റെ അമ്മോ, ഞാനിതിപ്പോ എവിടെയാണ്? അമ്മച്ചി. വരൂ, ഇനി ചോട്ടൂനെയും ബാക്കിയുള്ളവരെയും നമുക്ക് അന്വേഷിക്കാം. എന്റെ അമ്മോ, അമ്മച്ചി, എന്റെ അമ്മോ. ഇത് ചിങ്കം സാറാണ്. ചിങ്കം സാറിനൊന്നും പറ്റിയില്ലല്ലോ. മോട്ടു പത്ലു, നിങ്ങൾ തിരിച്ചു വന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോന്ന് നോക്കുകയായിരുന്നു. വരൂ, നമുക്ക് ഞാൻ ഡോക്ടറെയും കസിറ്റയും ചോട്ടനെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കാം. കമോൺ. എന്റെ അമ്മോ. Oh no! ലിസ, താങ്ക് യു ലിസ. ചങ്ങാത്തം എന്താണെന്ന് പ്രവൃത്തിയിലൂടെ നീ ഒരിക്കൽ കൂടെ കാണിച്ചിരിക്കുന്നു. നിങ്ങൾ ഓടിക്കോ, ഞാൻ ഇവരെ തടഞ്ഞോളാം. പിന്നെ ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ ഡോക്ടർ ജഡ്കയുടെ ലാബ് ഉണ്ടാവും. കസിഡറാമും ചോട്ടും അവിടെയാ ഉള്ളത്. ആ യെസ് സർ.
ഇൻസ്പെക്ടർ ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. അമ്മച്ചി ദാ പിടിച്ചോ. പുട്ട്, കടല, പഴംപൊരി. ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വന്നോളൂ. എന്നാ പിടിച്ചോ. പിടിച്ചോ. അതെന്റെ മാമനാണ്. ചിങ്കത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് impossible, highly impossible. നീ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിനക്ക് ഇനി ഒരിക്കലും സംസാരിക്കേണ്ടി വരില്ല. മനസ്സിലായോ? മനസ്സിലായി. Watch India's largest kids library only on Jio Hotstar. Download the app now.